ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് എൻ്റെ ഉമ്മാൻ്റെ സ്പെഷ്യൽ ഞണ്ട് റോസ്റ്റാണ്. അല്പം ചാറോട് കൂടിയിട്ടുള്ളൊരു ഞണ്ട് റോസ്റ്റാണ് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അതിനു വേണ്ടി ഗ്യാസ് ഒന്ന് ഓണാക്കിയതിന് ശേഷം അടുപ്പിലേക്കൊരു പാൻ വെച്ച് കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. പിന്നീട് വലിയ 3 സവോള ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഒരു 3 പച്ചമുളക് നെടുകെ കീറിയതും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇനി വലിയ 2 തക്കാളിയും കൂടി ചെറുതാക്കി മുറിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തക്കാളി നന്നായി വഴണ്ട് വന്നതിന് ശേഷം ഇതിലേക്ക് വലിയ ജീരകവും കുരുമുളകും ആവശ്യത്തിന് ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി പൊടികളായ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടിയും കൂടി ഇതിലേക്ക് ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. ഇനി കഴുകി വെച്ചിരിക്കുന്ന ഞണ്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇതെല്ലാം നന്നായി മിക്സ് ചെയ്ത് എല്ലാ വശത്തേക്കും മസാല ആകുന്ന വിധം നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. ഇനി ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. മൂടി വെച്ച് ചെറിയ തീയിൽ നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം. കറി തിളച്ച് വരുമ്പോൾ നമുക്കിത് തുറന്ന് നോക്കി ഇടയ്ക്കിടെ ഇളക്കി കൊടുക്കാം. കറിയിലെ വെള്ളമെല്ലാം പോയി കഴിയുന്ന വരെ നമുക്ക് ഈ കറി ഇളക്കി യോജിപ്പിക്കണം. അപ്പോൾ നമ്മുടെ ഞണ്ട് കറി റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ഓക്കെ.